ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മാതൃഭൂമി ന്യൂസിന്റെ ലൈവ് തന്നെ ഇവിടെ ആരംഭിക്കുകയാണ്. അനന്തകൃഷ്ണൻ വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടക്കത്തിൽ തന്നെ ചേരുകയാണ്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണ കേസിലെ SIT അന്വേഷണം എവിടെ വരെയായി? എന്താകും അന്വേഷണ റിപ്പോർട്ട്? ഗുഡ് മോർണിംഗ് മോത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ഇപ്പോൾ മോത്തി തുടക്കത്തിൽ പറഞ്ഞതാണ് നമുക്കും അറിയേണ്ടത്. ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ച യഥാർത്ഥ വില്ലന്മാർ ആരാണ്? അതിനുവേണ്ടി കേരളീയ സമൂഹം, അയ്യപ്പ ഭക്തരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാളത്തെ ഒരു ദിവസത്തിനായി. കാരണം നാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ 6 ആഴ്ച നീണ്ട അവരുടെ അന്വേഷണത്തിൻ്റെ സമഗ്രമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഹൈക്കോടതി എന്ത് തുടർ നടപടിക്കാണ് നിർദ്ദേശിക്കുക, ആരിലേക്ക് അന്വേഷണം വഴിമാറാനാണ് കോടതി നിർദ്ദേശിക്കുക, അതല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ വില്ലന്മാരുടെ സ്ഥാനത്ത് ആരുടെയൊക്കെ പേരുകളാണ് ഉണ്ടാവുക. നമുക്കറിയാം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT നിർണായകമായ നീക്കങ്ങളാണ് നടത്തിയത്. അതിൽ മുഴുവൻ വിശദാംശങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതീവ രഹസ്യമായിട്ടുള്ള, കോടതി അങ്ങനെ തന്നെയാണ് നിർദ്ദേശിച്ചത്, അതീവ രഹസ്യമായിട്ടുള്ള അന്വേഷണമാണ് നടന്നത്. കോടതി നടപടികളും പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന വേളയിലും ഒക്കെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു, അടച്ചിട്ട മുറിയിലായിരുന്നു നടപടികൾ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഓരോ ഘട്ടത്തിലും നൽകിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൻ്റെ പകർപ്പും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതി പുറത്തിറക്കിയ ഉത്തരവുകളും മാത്രമാണ് പുറത്തു വന്നത്. ആ ഉത്തരവുകളും അറസ്റ്റിലായ വ്യക്തികളുടെ റിമാൻഡ് റിപ്പോർട്ടുകളും ഒക്കെ ചേർത്ത് വെച്ച് വായിച്ചുകൊണ്ടും നമ്മളുടെ സോഴ്സ് വഴി കിട്ടിയ വിവരങ്ങളും ഒക്കെയാണ് ഇതുവരെ പുറത്തു വന്ന വിശദാംശങ്ങൾ. അതിനും അപ്പുറം വലിയ രഹസ്യം ഈ റിപ്പോർട്ടിൽ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മളെല്ലാം ആകാംക്ഷാഭരിതമാക്കുന്നത്. കാരണം അയ്യപ്പ ഭക്തരെല്ലാം ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ ആ സ്വർണ്ണ ഉരുപ്പടികൾ നിങ്ങൾ എന്തു ചെയ്തു വില്ലന്മാരെ എന്നാണ്. ആ ചോദ്യത്തിനാണ് ഉത്തരം വരേണ്ടത്. ആരാണ് കൊള്ളക്കാർ എന്ന് അറിയുന്നതിനൊപ്പം എവിടെയാണ് അയ്യപ്പസ്വാമിയുടെ സ്വർണ്ണ ഉരുപ്പടികൾ കൊണ്ടുപോയിരിക്കുന്നത്, അതെന്തു ചെയ്തു, അത് ഉരുക്കി വിറ്റോ, അതല്ലെങ്കിൽ അത് കടൽ കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ ശനിദോഷ നിവാരണത്തിന് വേണ്ടി പൂജ ചെയ്തുകൊണ്ട് അതിരിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംശയമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതായാലും ഇതുവരെ SIT വിപുലമായ അന്വേഷണമാണ് നടത്തിയത്. അതിൽ ഈ പ്രതി ചേർക്കപ്പെട്ട 6 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ മുരാരി ബാബു എന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള വലിയ വില്ലൻ മുതൽ ഇങ്ങേയറ്റം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും CPM-ന്റെ സമരത നേതാവും പത്തനംതിട്ടയിലെ പാർട്ടിയുടെ മുഖവുമായ പത്മകുമാർ വരെ ഇപ്പോൾ അഴിക്കുള്ളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രതി എന്ന് പറയുന്നത് N വാസുവാണ്. ശബരിമലയുടെ മുൻ കമ്മീഷണറും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ ഇത്രയും പ്രമുഖരൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ ഇവരൊക്കെ എന്തൊക്കെയാണ് കൃത്യമായി ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് ചില വിവരങ്ങൾ നമുക്കറിയാം. ശബരിമലയിൽ നിന്ന് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഗൂഢാലോചന, അത് എക്സിക്യൂട്ട് ചെയ്യാനെടുത്ത നടപടികൾ, ആ കാര്യങ്ങളിൽ ഇവർ കുറ്റക്കാരാണ് എന്നുള്ളത് SITയുടെ അന്വേഷണത്തിലും അതിനുശേഷം ഇവരുടെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തതാണ്. അതിനപ്പുറം ഇവർക്ക് എന്ത് ലാഭമാണ് ഇതുകൊണ്ടുണ്ടായത്, ഇവരെ ഇതിനുവേണ്ടി നിയോഗിച്ചതാരാണ്, അതാണ് നമുക്കറിയേണ്ടത്. കാരണം 2019-ലെയും 2025-ലെയും ദേവസ്വം ബോർഡുകളെ കൃത്യമായി നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു ശക്തി പുറത്തുണ്ട് എന്ന് ഇപ്പോഴും അയ്യപ്പ ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടിയാണ് ഇതിൽ കൂടുതൽ വ്യക്തത വന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ വീട്ടിൽ നടന്ന റെയ്ഡ്, പത്മകുമാറുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, പത്മകുമാറിലേക്ക് ചേർന്ന സാമ്പത്തിക സ്രോതസ്സുകൾ, അതിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത് പത്മകുമാറിൻ്റെ മൊഴി തന്നെയാണ്. പത്മകുമാർ നൽകിയ മൊഴിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പത്മകുമാർ ചൂണ്ടുന്ന വിരൽ അത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യജനകം. കാരണം എല്ലാ കാര്യങ്ങളും തന്ത്രിക്കറിയാം എന്നുള്ളതാണ് പത്മകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് തന്ത്രിമാർക്ക് അറിയാവുന്നത്? അതുമായി ബന്ധപ്പെട്ട്, ആ മൊഴിയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അവർ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവർ ഇതിൽ പങ്കില്ല, എല്ലാം ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ് അവർ മൊഴി നൽകിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും ചില പൂരിപ്പിക്കാത്ത ഭാഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഇനി അന്വേഷണം തന്ത്രി കുടുംബത്തിലേക്കാണോ കോടതി നിർദ്ദേശം നൽകാൻ പോകുന്നത്, അതോ എല്ലാം എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട് എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ പരിചയം ഉണ്ടാകുന്നതിന് മുൻപ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്നു എന്നുള്ളൊരു മൊഴിയും പത്മകുമാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വഴിക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകാംക്ഷാഭരിതമായ ഒരു മണിക്കൂറാണ് ഇനി കേരള സമൂഹത്തിന് മുന്നിലൂടെ കടന്നു പോകാൻ പോകുന്നത്. കാരണം നാളെയാണ് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം ഈ അന്വേഷണ
റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. അവർക്ക് അനുവദിച്ച 6 ആഴ്ച എന്ന സമയം കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില പേരുകൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. സ്പോൺസർമാരുടെ സംഘത്തിൽപ്പെട്ട ചില ആളുകളുടെ പേര് വന്നിരുന്നു. CK വാസുദേവൻ അടക്കമുള്ളവരുടെ പേരുകൾ. കൽപേഷ് എന്ന് പറയുന്ന വ്യക്തി പ്രതിപട്ടികയിലുണ്ടായിരുന്നു, പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഹൈദരാബാദിൽ 2019 ദ്വാരപാലക പാളികൾ കൊണ്ടുപോയിട്ട് 39 ദിവസം അവിടെ സൂക്ഷിച്ചിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ നിന്ന് പിന്നീട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വന്നത് യഥാർത്ഥ ദ്വാരപാലക പാളികളല്ലേ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. അതിനൊപ്പം തന്നെ ശബരിമല സന്നിധാനത്തെ കട്ടളപ്പാളി ഇളക്കിക്കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവച്ചത് പുതിയ പാളിയാണോ? അത് നേരത്തെ ഉണ്ടായിരുന്ന പാളി എങ്ങോട്ട് പോയി? വാതിൽ പുതിയതായി സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ പഴയ വാതിൽ എവിടെ പോയി? പഴയ വാതിൽ അഷ്ടാഭിഷേകത്തിന്റെ കൗണ്ടറിൽ നിന്ന് പിന്നീട് 2025 ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിക്കുമ്പോഴാണ് കണ്ടുകിട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ അത് 98 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ അതേ വാതിൽ തന്നെ ആയിരുന്നു അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് നിർണായകമായ ഇടപെടലാണ് നടത്തിയത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ദ്വാരപാലക പാളികളൊക്കെ കൊണ്ടുപോയപ്പോൾ അത് ചെമ്പ് സ്വർണം പൂശാൻ എന്ന സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു അന്നത്തെ ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന വ്യക്തികൾ. അപ്പോൾ അന്ന് 1998 സെപ്റ്റംബർ 3 മാതൃഭൂമി പത്രത്തിൽ കൃത്യമായി വിജയ് മല്യ ഏതൊക്കെ സ്ഥലത്താണ് സ്വർണം പൊതിഞ്ഞത് എന്നത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നു. ആ വിവരം മാതൃഭൂമി ന്യൂസ് പുറത്തു വിട്ടുകൊണ്ടാണ് ഈ കൊണ്ടുപോയത് വെറും ചെമ്പല്ല സ്വർണമാണെന്ന് തെളിയിച്ചത്. അതിനൊപ്പം തന്നെ ഈ സ്വർണം എവിടെയൊക്കെയാണ് എത്രത്തോളമാണ് എന്ന തെളിവിനായി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരോട് പങ്കുവച്ചത്. ആ പത്രത്തിനെ അടിസ്ഥാനമാക്കി തന്നെയായിരുന്നു സ്വർണം പൂശിയതിന്റെ വ്യക്തമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു.